കാസർകോട്ടെ ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരൻ അധ്യാപകനാകണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ കഥയാണിനി. മധൂർ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചും കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റായും ജീവിതത്തിൽ വിവിധ വേഷങ്ങളിലെത്തിയ പുണ്ടരീകാക്ഷ ഇനി അണിയുന്നത് സർക്കാർ സ്കൂൾ അധ്യാപകന്റെ വേഷം. കാസർഗോഡ് നിന്ന് രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ಶಿಕ್ಷಣವ ಮುದದಿ ನೀಡಿ ವಿದ್ಯೆ ಬುದ್ಧಿ ಹೇಳಿಕೊಟ್ಟ ಕಳ್ಳಕಾರರನ್ನು ಹಿಡಿದು ದುಷ್ಟರನ್ನು ನಿಗ್ರಹಿಸಿ ಅಕ್ಷರಗಳ ತಿದ್ದಿ ತೀಡಿ ಶಿಕ್ಷಣವ ಮುದದಿ ನೀಡಿ ಹರರಕ್ಷೆ ಮಾಡುತ್ತಿರುವ ಅಗ್ನಿ ರಕ್ಷಕರಿಗೆ ನಮನ. ಕಳ್ಳಕಾಕರನ್ನು ಹಿಡಿದು ದುಷ್ಟರನ್ನು ನಿಗ್ರಹಿಸಿ ನೀತಿ ನಿಯಮ ಪೊರೆಯುತ್ತಿರುವ ನಿಯಮಪಾಲಕರಿಗೆ. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നിങ്ങൾ നിരന്തരം ഒരു കാര്യം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അത് സഫലമാക്കിയ ജീവിതമാണ് കാസർഗോഡ് കുമ്പള കിതൂർ കുണ്ടങ്കരടുക്ക സ്വദേശി പുണ്ടരീകാക്ഷ എന്ന യുവാവിന് പറയാനുള്ളത്. മധൂർ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചും താൽക്കാലികാധ്യാപകനായും ജീവിച്ച 2015-2020 കാലഘട്ടത്തിൽ കൊടിയമ്മ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ പുണ്ടരീകാക്ഷ എന്ന യുവാവ് ഒരു കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റായും ഓട്ടോറിക്ഷ ഡ്രൈവറായും ജീവിതത്തിൽ വിവിധ വേഷങ്ങൾ പകർന്നാടിയ ഇയാൾ തൻ്റെ ജീവിത ലക്ഷ്യമായ സർക്കാർ സ്കൂളിലെ അധ്യാപകനാണിനി. ഈ മാസം ആദ്യം PSC നിയമനം ലഭിച്ചു. മധൂർ പഞ്ചായത്തിലെ ഷിരിബാഗിലു ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂളിൽ കന്നഡ ഭാഷാധ്യാപകനെന്ന സ്ഥിരവേഷമാണിനി. ಜನಸೇವಕರು ಶಿಕ್ಷಣವ വിദ്യ ബുദ്ധി ಹೇಳಿಕೊಟ್ಟ. ഞാൻ എൻ്റെ തുടക്കം ഒരു വർക്ക് ചെയ്യുന്നത് തന്നെ ഞാൻ ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടാണ്. ഓട്ടോ ഓടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ TTC പഠിച്ചു. രാത്രി 11 മണി വരെ ഓട്ടോ ഓടിച്ചിട്ടാണ് എൻ്റെ ഈ TTC ഞാൻ കംപ്ലീറ്റ് ആക്കിയത്. അതിനുശേഷം ഞാൻ ഡെയിലി വേജായിട്ട് അധ്യാപകനായി തുടർന്നു. അതേ സമയത്ത് തന്നെ കുറച്ച് കഴിയുമ്പോൾ എലക്ഷൻ വന്നു. എലക്ഷൻ വരുമ്പോൾ ഞാൻ മത്സരിച്ചു നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് അതേ കുമ്പള പഞ്ചായത്തിൽ പ്രസിഡൻറ്റും ആയി. ആ സമയത്ത് PSCക്ക് എഴുതുന്നുണ്ടായിരുന്നു. ഒരു 2 വർഷം ഇതിനെ പുറകിൽ തന്നെ ഉണ്ടായി. കാരണം എന്നാലും PSC കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഒരാഗ്രഹത്തോടെയാണ് ഇത് എഴുതിയത്. അതിൻ്റെ ഫലം കണ്ടു. കുമ്പള കിതൂർ കുണ്ടങ്കരടുക്കയിലാണ് കുടുംബസമേതം ഇദ്ദേഹം താമസിക്കുന്നത്. TTC പഠനകാലത്തു തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു. നഗരത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായും വിവിധ വിദ്യാലയങ്ങളിൽ താൽക്കാലിക അധ്യാപകനായും പ്രവർത്തിച്ചു. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സ്ഥിരം സർക്കാർ ജോലി എന്ന നേട്ടം ഇദ്ദേഹത്തെ തേടിയെത്തിയത്. അതുകൊണ്ട് ഓട്ടോ ഓടിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇനി സർക്കാർ സ്കൂൾ അധ്യാപകനായി ഷിറിബಾಗುವಿലെ വെൽഫെയർ ಸ್ಕೂಲಿൽ ഉണ്ടാവും. ನೀವು ನಿರಂತರವಾಗಿ ಪ್ರಯತ್ನ ಮಾಡ್ತಾ ಇರಿ. നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ പരിശ്രമിച്ച് ജയിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണിത്, ഒരു അധ്യാപകൻ്റെ കഥയാണിത്. കാസർഗോഡ് ഷിരിബാഗുലു സ്കൂളിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമജിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.